ഹായ്, തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ കണ്ടന്റിന്റെ ക്ഷാമം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ സബ്ജക്ട് ഇട്ടു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കണ്ടന്റിനെ കുറിച്ചാണ്. പുതിയൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ക്ഷാമം നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് ബേസ്ഡ് ചാനലാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ റുബിക്സ് ക്യൂബിനെ കുറിച്ചുള്ള ചാനലാണെങ്കിൽ അത് ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിഷിംഗ് ആണെങ്കിലും മൂവി റിവ്യൂ ആണെങ്കിലും അങ്ങനെ വേറെ കുക്കിങ്ങിന്റെ ചാനൽസ്, അങ്ങനത്തെ ചാനൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെ പറ്റിയത്. അതായത് വ്ളോഗിങ് ചെയ്യുന്ന ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ, അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ചാണ്. അവർക്കാണ് ഈ ഒരു കണ്ടന്റിന്റെ ക്ഷാമം വളരെയധികം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പലരും ഈ വീഡിയോ കാണുന്ന പലരും അനുഭവിക്കുന്ന ആളുകളായിരിക്കും. ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു വീഡിയോ നമുക്ക് ഒരു കണ്ടന്റ് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഈ ചില സമയത്തൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തും ഈ ഒരു ദിവസം എണീക്കുമ്പോഴും നമ്മൾ ചിന്തിക്കും ഇന്നിപ്പോ എന്ത് കണ്ടന്റ് ചെയ്യും, അതിനെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് നമ്മളൊരു ടാർഗറ്റ്, പലരുടെയും ടാർഗറ്റ് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അപ്പൊ 100 സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയും ഉണ്ടാക്കി എടുക്കാന്നുള്ളതായിരിക്കും ഫസ്റ്റ് നമ്മളെ ടാർഗറ്റ്. പലരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതിനുശേഷം ഒരു 100 ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 1000 സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയും ഉണ്ടാക്കി എടുക്കാന്നുള്ളൊരു ലെവലിലേക്കായിരിക്കും നമ്മളെ ചിന്ത പിന്നെ പോകുന്നത്. അപ്പൊ അതിനുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ചെയ്തങ്ങനെ മുന്നോട്ട് പോകും. ഷോർട്സ് ഉണ്ടായത് കാരണം നമുക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം അതിൽ നമുക്ക് സോങ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി റീച്ച് വരും. ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള സോങ്, നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് റീച്ച് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓൺ വോയിസിൽ നമ്മൾ കണ്ടന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രത്തോളം റീച്ച് വരില്ല. അപ്പോൾ ഈ ഷോർട്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ എന്ന് പറയുന്നത്. പക്ഷേ ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് ലോങ് വീഡിയോസിൽ ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പല ആളുകളും അതായത് യൂട്യൂബിൽ വരുന്ന 90% ആളുകൾ എന്ന് പറയുന്നത് ഇത് മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 90% ആളുകൾ. 90 എന്നല്ല, ഒരു 99% ആളുകൾ അങ്ങനെ തന്നെയാണ് വരുന്നത് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് മാത്രം കൂടിയോണ്ട് കാര്യമില്ല, നമുക്ക് വാച്ച് അവറും കിട്ടണം. അതായത് ലോങ് വീഡിയോസിൽ നമുക്ക് വാച്ച് അവർ കിട്ടിയാൽ മാത്രമേ നമുക്കത് ഒരു മോണിറ്റൈസേഷനിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ലോങ് വീഡിയോസിൽ എന്ത് കണ്ടന്റ് ചെയ്യും, ഷോർട്സിൽ നമുക്ക് കോപ്പി അടിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇപ്പോൾ പല ആളുകളും ചെയ്ത കണ്ടന്റ് നമുക്ക് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം. അതല്ലെങ്കിൽ അത് തന്നെ എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്സിൽ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് വളരെ വൈറലായിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിലൂടെ നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നമുക്ക് വ്യൂ അതിൽ നിന്ന് കൂടുതൽ കിട്ടിയാണ്. ഇപ്പം ഷോർട്സിലാണെങ്കിൽ 10 മില്യൺ വ്യൂ കിട്ടി കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു 10 മില്യൺ വ്യൂസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഓൺ കണ്ടന്റിനായിരിക്കും. അതായത് ഓൺ വോയിസിലുള്ള ഓൺ കണ്ടന്റിന് ആണെങ്കിൽ മാത്രമേ നമുക്കത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വേറെ ആളുടെ ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ സോങ് ഇട്ടതൊക്കെ ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കണ്ടന്റ് നമ്മുടെ തന്നെയാണ്, പക്ഷേ സോങ് നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ പലർക്കും അറിയായിരിക്കും. അപ്പൊ നമ്മൾ ഓൺ വോയിസിൽ ഓൺ കണ്ടന്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കാര്യം. പക്ഷെ ലോങ് വീഡിയോസിലാണ് ചെയ്യുന്നതെങ്കിൽ ലോങ് വീഡിയോസിൽ നമുക്ക് കണ്ടന്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ഇപ്പോൾ അത് കാണാൻ ആളെ കിട്ടൂല. ഷോർട്സ് ആകുമ്പോൾ ഷോർട്ട് ഫീഡിൽ നമ്മളിങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളത് കണ്ട് അങ്ങനെ പോകാം. പിന്നെ ഈ ഷോർട്സിൽ ഇപ്പൊ നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും നമുക്ക് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമുക്ക് എത്ര ഇപ്പോൾ 10 മില്യനോ അല്ലെങ്കിൽ ഒരു 20 മില്യനോ എത്ര മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ വീഡിയോസ് വെച്ചുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ടിട്ടല്ല, അതായത് പാട്ടോ മറ്റേ മ്യൂസിക്കോ കാര്യങ്ങളോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മോണിറ്റൈസേഷൻ കിട്ടില്ല, നമുക്കത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ അതെന്തായാലും ആ രീതിയിൽ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ലോങ് വീഡിയോസിൽ നമുക്ക് കൂടുതൽ വാച്ച് അവർ ഉണ്ടാക്കി 4000 വാച്ച് അവർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്, നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്യുന്നത്. ഇപ്പൊ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണെങ്കിൽ, അതായത് ഫാമിലി വ്ളോഗ് അങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് കണ്ടന്റിന് ഒരു ക്ഷാമം നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇട്ടോ, നിങ്ങൾ പുറത്തു പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാം. പിന്നെ അതല്ലാത്ത ഇപ്പൊ എന്തെങ്കിലും പർച്ചേസിന് പോകുന്നുണ്ടെങ്കിൽ അതിടാം, ട്രാവൽ പോകുന്നുണ്ടെങ്കിൽ അതിടാം, എന്തെങ്കിലും ഗെയിംസോ കാര്യങ്ങളോ കളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അതായത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു ചോയ്സ് ഉള്ളൂ. ഒരു കണ്ടന്റ് ബേസ്ഡ് ചാനലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഒരു മൂവി റിവ്യൂ ചാനലാണെങ്കിൽ അതിൽ നമ്മൾ കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ അതല്ലാത്ത ഗെയിമിങ്ങിന്റെ എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ കാണാനാണുണ്ടാവില്ല. കാരണം അവരെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ആ മൂവി റിവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത്, അവർ കാണാൻ ആഗ്രഹിക്കുന്നത് മൂവി റിവ്യൂ കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന് നമുക്ക് ഏത് കണ്ടന്റ് വേണമെങ്കിലും അതിടാം. അപ്പൊ ഞാൻ പറഞ്ഞാൽ കുക്കിംഗ് ഇടാം, ട്രാവൽ ഇടാം, റിവ്യൂ വേണമെങ്കിൽ റിവ്യൂ ഇടാം, അങ്ങനെ ഗെയിമിംഗ് ഇടാം. എന്ത് കാര്യങ്ങളും നമുക്ക് ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ മിക്സഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. പല ആളുകൾ ഇപ്പോൾ നമ്മളെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവരുണ്ടാവും അതിൽ, പിന്നെ ട്രാവൽ വ്ളോഗ് കണ്ട് വന്നവരുണ്ടാവും,
പിന്നെ അതല്ലെങ്കിൽ കുക്കിംഗ് കണ്ടുവന്നവർ, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളും നമ്മുടെ ചാനലിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വ്ളോഗേഴ്സിന്റെ, അതായത് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന്റെ ചാനലിലാണ് ഇങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും. മറ്റതെല്ലാം ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് ആ കണ്ടന്റ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും ഈ കണ്ടന്റ് ബേസ്ഡ് ചാനൽ ഉണ്ടാവും. പക്ഷേ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചാനലിൽ അങ്ങനെയല്ല, എല്ലാ ടൈപ്പ് കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ കണ്ടന്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു ചിന്ത നിങ്ങൾ വെക്കേ വേണ്ട. നിങ്ങൾക്ക് ഏത് കണ്ടന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അതിലിടാം. ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചാനലിൽ നിങ്ങൾക്ക് ഏത് കണ്ടന്റ് വേണമെങ്കിലും ഇടാം. അതായത് നിങ്ങൾക്ക് കുക്കിങ്ങോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടന്റ് ഇല്ലാന്ന് വിചാരിച്ച് ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ വീട്ടിലൊരു കഞ്ഞിയോ ചമ്മന്തിയോ ഉണ്ടാക്കുകയാണെങ്കിലോ അതിന്റെ വീഡിയോ എടുത്തെങ്കില്ല കാണാൻ ചിലപ്പോൾ തുടക്കത്തിൽ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 10 വ്യൂ 20 വ്യൂ ഒക്കെ ആകെ കിട്ടുള്ളായിരിക്കും. പക്ഷെ ലോങ് വ്യൂ എന്ന് പറഞ്ഞാൽ അത് ആ വീഡിയോ അവിടെ കിടന്നാലും നിങ്ങളൊരു 2, 3, 4 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കും. ഷോർട്സിലെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന സമയത്തുള്ള ഒരു റീച്ച് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 2000 വ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ മൂവ് ആവില്ല, അത് മെല്ലെ അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ ലോങ് വീഡിയോസിൽ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു തമ്പനയിലും കാര്യങ്ങളും ടൈറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾ കഞ്ഞി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് സെർച്ച് ചെയ്യണം, ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊരു റീച്ചിലേക്ക് വരും. അങ്ങനെ നിങ്ങൾക്ക് ഏത് കണ്ടന്റ് ഇട്ടിട്ടും നിങ്ങൾക്ക് ചാനലിലെ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നിങ്ങൾ കണ്ടന്റ് ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ ആ മടി അങ്ങ് മാറ്റി വയ്ക്കുക. അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ കുക്കിംഗ് ചാനൽ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണുമോ, അല്ലെങ്കിൽ കുക്കിങ്ങിന്റെ പിന്നെ വീഡിയോസും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ആരെയും കാണുമോ, ഗെയിമിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആരെയും കാണുമോ എന്നുള്ള ചിന്ത നിങ്ങൾ ആദ്യം ഒഴിവാക്കുക. എന്തും, അതായത് ലൈഫ് സ്റ്റൈൽ ബ്ലോഗിൽ നിങ്ങൾക്ക് എന്ത് സംഭവം ഇടുക, അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി എടുക്കുക. എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾ ഇട്ടും കാണാൻ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ആളുണ്ടാകും. നിങ്ങൾക്ക് ഇപ്പോൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടണം എന്നുള്ള ചിന്തയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. അതൊന്നും ചിലപ്പോൾ പെട്ടെന്ന് നടന്നു വരില്ല, കുറച്ച് സമയം എടുക്കും. എന്നാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടോ. ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചാനലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവം ഇടാം. അപ്പൊ അത് നിങ്ങൾ ഒരു മടിയും കരുതുന്നുണ്ട്. അപ്പൊ കണ്ടന്റിന് ക്ഷാമം എന്ന് നിങ്ങൾ ഇനി പറയാൻ പാടില്ല. എന്ത് വേണമെങ്കിലും ഇട്ടോ, ഇട്ടിട്ട് നിങ്ങൾ മെല്ലെ റീച്ച് ആയിക്കൊണ്ട്. പിന്നെ എടുക്കുന്ന വീഡിയോസിന്റെ കാര്യത്തിൽ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ നീറ്റായിട്ട് കാണാൻ. ഇപ്പോൾ ഒരാൾ കണ്ട് തുടങ്ങിപ്പോൾ എന്തായാലും ഇപ്പോൾ സജഷനിൽ വന്ന് കാണുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ യാദർശികമായിട്ട് അത് കാണുമ്പോൾ നിങ്ങൾ തമ്പനയിലും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് അത് തുടർന്ന് കാണാനുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഒരു ഹുക്ക് പോലെ ഇട്ട് കൊടുക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10-20 ആൾക്കാരൊക്കെ സപ്പോസ് കണ്ട് അങ്ങനെ മെല്ലെ അത് റീച്ചിലേക്ക് വരും. ലോങ് വീഡിയോസ് ഇപ്പോൾ 10 വർഷമായ വീഡിയോസ് ഉണ്ടാവും, 5 വർഷ വീഡിയോസ്, 3 വർഷ വീഡിയോസ് ഒക്കെ ഇപ്പോഴും നമ്മൾ പലരും യൂട്യൂബിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ബേസ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഹൗ ടു സോൾവ് റൂബിക്സ് ക്യൂബ് എന്നൊക്കെ നമ്മൾ റൂബിക്സ് ക്യൂബ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ 10 വർഷം മുമ്പുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും നമുക്ക് സജഷനിൽ വരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ വീഡിയോയും വരും. അപ്പൊ നിങ്ങൾ എന്തുട്ടും ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചാനൽ ആണെന്നുണ്ടെങ്കിൽ എന്തുട്ടോ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് പണി തുടങ്ങിക്കോ. പിന്നെ ഷോർട്സിൽ നമ്മൾ നിർത്താൻ പാടില്ല. ഷോർട്സിൽ ചെയ്തുകൊണ്ടിരിക്കും. ഷോർട്സിൽ നമ്മൾ പിന്നെ ഏത് കണ്ടന്റ് കോപ്പി അടിച്ചോ എങ്ങനെ വേണമെങ്കിൽ കിട്ടും. പക്ഷെ മോണിറ്റൈസേഷൻ ആകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഓൺ കണ്ടന്റ് ഇടാൻ വേണ്ടി. മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോപ്പിറൈറ്റ് സോങ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാണ്ട് അതിന് മുമ്പ് നിങ്ങൾ പാട്ടൊക്കെയുള്ള വീഡിയോസ് ആണെങ്കിൽ മ്യൂസിക്കുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഷോർട്സിനെ ബേസ് ചെയ്താണ് നിങ്ങൾ മോണിറ്റൈസേഷൻ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 10 മില്യണോ അല്ലെങ്കിൽ എത്ര മില്യൺ വ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. മോണിറ്റൈസേഷൻ ആയ ശേഷം നിങ്ങൾ ഇപ്പോൾ പലരുടെയും ഇപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ പിന്നെ ആളുകളൊക്കെ, അതായത് യൂട്യൂബേഴ്സ് ഒക്കെ ഈ സോങ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ, അവർക്ക് എന്താ കോപ്പിറൈറ്റിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ അവരത് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ആ വീഡിയോസിൽ, അതായത് ഷോർട്സ് വീഡിയോസിൽ സോങ്സ് ആഡ് ചെയ്യുന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവാത്ത ആളുകൾക്ക് അത് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അതാണ് ഇതിന്റെ ഒരു മാറ്റം. ഇപ്പൊ കോപ്പിറൈറ്റിന്റെ സ്ഥലം ഉള്ളത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ കണ്ടന്റ് കോപ്പിയാണെന്നുള്ള ചിന്ത നിങ്ങൾ ഷോർട്സിൽ മറന്നേക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പിന്നെ ഇംഗ്ലീഷ് ചാനൽസ്, ചൈനീസ്, ജാപ്പനീസ് അങ്ങനത്തെ ചാനൽസ് ഒക്കെ കണ്ടിട്ട് അതിൽ ഷോർട്സിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കോപ്പി ചെയ്തോ, നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഇടുക. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ മാത്രമേ നമുക്ക് ലോങ് വീഡിയോസിൽ വ്യൂ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോങ് വീഡിയോസിൽ വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം. അല്ലാണ്ട് നമ്മളിപ്പോൾ പിന്നെ മെയിൻ ആയിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളരെ നല്ല കണ്ടന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 അല്ലെങ്കിൽ 200 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അത് ലോങ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. കുറച്ച് ആയതിനു ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരു 1000, 2000, 3000 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം നിങ്ങൾ നല്ല കണ്ടന്റുകൾ, അതായത് കുറച്ച് ആൾക്കാർ കാണുന്ന നിങ്ങൾക്ക് വിശ്വാസമുള്ള കണ്ടന്റുകൾ നിങ്ങൾ അപ്പോൾ മാത്രം അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. കുറച്ച് 10, 20, 30 ആൾക്കാർ കണ്ടതിന് ശേഷം പിന്നെ അത് ചിലപ്പോൾ അവിടെ അങ്ങനെ കിടക്കും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും കാണുമായിരിക്കും. എന്നാൽ കൂടി നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത് ഒരു 5000 സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഒരു 4000, 5000 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം നിങ്ങൾ
ആൾക്കാർ കാണുന്ന നിങ്ങൾക്ക് ഉറപ്പുള്ള കണ്ടന്റുകൾ നിങ്ങളവിടെ ഷൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ തയ്യാറാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക. അത് ഈ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും ആളുകൾ കൂടിയതിനു ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷോർട്സിൽ പിന്നെ നിങ്ങൾ എന്തിട്ടോ എന്ത് കണ്ടന്റ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കിട്ടും. കാരണം നിങ്ങൾക്ക് 2, 3, 5 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഇടുന്ന കണ്ടന്റ് ചിലപ്പോൾ യൂട്യൂബ് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10, 20, 50, 100 മില്യൺ ആവാൻ ചാൻസ് ഉണ്ട് ഷോർട്സിൽ. കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സിലേക്കൊന്നും എത്തുന്നത് പല ആളുകളിലേക്കും അത് ഷോർട്സിലെ വീഡിയോസ് എത്തും. മറ്റേ വീഡിയോസ് അങ്ങനെയല്ല, ലോങ് വീഡിയോസ് നമ്മൾ കൂടുതലും സബ്സ്ക്രൈബേഴ്സിലേക്ക് മാത്രമേ എത്തുള്ളൂ. ബാക്കി പിന്നെ ആരെങ്കിലും സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ തമ്മിലേക്ക് കൊടുത്തതും പിന്നെ ടൈറ്റിൽ കൊടുത്തതൊക്കെ കണ്ടിട്ടേ ആളുകൾ ചിലപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുള്ളൂ. ഷോർട്സ് അങ്ങനെയല്ല, ഒരുപാട് ആളുകളിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്ത് കണ്ടന്റ് ചെയ്യാം. പിന്നെ വൈറൽ ആവാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പിന്നെ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് ഒന്നും ചിലപ്പോൾ വൈറൽ ആയിക്കൊള്ളുന്നില്ല കേട്ടോ. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് എത്ര കഷ്ടപ്പെട്ട് ചിന്തിച്ച് ഉണ്ടാക്കിയ ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 500 വ്യൂ 400 വ്യൂ 2000 വ്യൂ ഒക്കെ ആയിട്ട് അങ്ങ് നിൽക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ വെറുതെ ഒന്നുമില്ലാതെ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടതായിരിക്കും ചിലപ്പോൾ നമുക്ക് മില്യൺസ് വ്യൂസ് കിട്ടുക. അത് യൂട്യൂബിന്റെ കയ്യിലാണ് അതിന് സംഭവിക്കുന്നത്. നമ്മൾ എത്ര തലകുത്തി പറഞ്ഞിട്ട് ഷോർട്സിൽ നമുക്ക് വ്യൂ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് നിങ്ങളും പലരും കണ്ടിട്ടുണ്ടാവും. ചില വീഡിയോസിലൊക്കെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ജസ്റ്റ് ഒരു സിമ്പിൾ കണ്ടന്റ് എന്തെങ്കിലും ആയിരിക്കും. അത് ചിലപ്പോൾ മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ടാവും. നല്ല നല്ല കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ 1000, 2000, 100, 500 വ്യൂസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടന്റ് ഇല്ലാന്ന് വിചാരിച്ചിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എല്ലാ സാധനങ്ങളും നിങ്ങൾ അപ്ലോഡ് ചെയ്തോ, ഒരു പ്രശ്നമില്ല. അപ്ലോഡ് ചെയ്യുമ്പോൾ സൗണ്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. വോയിസിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. ഷൂട്ട് ചെയ്യുന്ന വീഡിയോസും അധികം ഷെയ്ക്കിംഗ് ഒന്നും ഇല്ലാണ്ട് പിന്നെ കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ യൂട്യൂബ് ചാനലും സക്സസ് ആകും. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു കമന്റ് ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.